മന്ദാരയുടെ നിർദ്ദേശപ്രകാരം സന്തതൻ താൻ കണ്ട ആ വിചിത്രമായ സ്വപ്നം വിവരിക്കുവാൻ തുടങ്ങി. ഒരു വലിയ മാവ്, അതിൽ നിറയെ മാമ്പഴം, ഒട്ടനവധി പക്ഷികളും ചെറുജീവികളുമാണ് ആ മാവിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ആ മാവിലേക്ക് 2 വള്ളിച്ചെടികൾ പടർന്നു കയറുവാൻ തുടങ്ങി. അതിലൊന്ന് ഒരു മുന്തിരിവള്ളിയായിരുന്നു, മറ്റേത് ഒരു കാട്ടുവള്ളിയും. അതൊരു പാഴ്ചെടിയാണ്. മാവിന്റെ നേരെ പാതി ഭാഗം മുന്തിരിവള്ളിയും മറുപാതി കാട്ടുവള്ളിയും പടർന്നു പന്തലിച്ചു. മുന്തിരിവള്ളി പടർന്ന ഭാഗത്തെ മാങ്ങകളുടെ എണ്ണം മെല്ലെ കുറയുവാൻ തുടങ്ങി. എന്നാൽ കാട്ടുവള്ളി പടർന്ന ഭാഗത്തെ മാങ്ങകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. പിന്നീട് മുന്തിരിവള്ളി ഉള്ള മാവിന്റെ ശാഖകളിൽ ഇത്തിളും മറ്റ് പരാത സസ്യങ്ങളും വളരുവാൻ തുടങ്ങി. അങ്ങനെ മാവിന്റെ ആ പകുതി നശിക്കുവാൻ തുടങ്ങി. അപ്പോഴും കാട്ടുവള്ളി പടർന്ന മാവിന്റെ മറുവശം പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ നിൽക്കുകയാണ്. വിചിത്രമെന്ന് പറയട്ടെ, മുന്തിരിവള്ളിയിൽ ഒരു ചെറു മുന്തിരി പോലും ഉണ്ടാകുന്നില്ല. മറിച്ച് പാഴ്ചെടിയെന്ന് കരുതിയ കാട്ടുവള്ളിയിൽ അതിസ്വാദിഷ്ടമായ ഒരു ഫലം വളരുന്നതായി കാണാൻ പറ്റി. അത് ഭക്ഷിക്കുവാൻ ഒട്ടനവധി പക്ഷികളും ജീവജാലങ്ങളും അവിടേക്ക് എത്തുവാൻ തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ ആ മാവിന്റെ പാതി ഭാഗം ഇപ്പോൾ നിർജീവവും മറുപാതി ഹരിതശോഭമാർന്ന വലിയ ഒരു ആവാസ വ്യവസ്ഥയുമായി നിലനിൽക്കുന്നു. ഇതായിരുന്നു താൻ 3 തവണയും ആവർത്തിച്ച് കണ്ട വിചിത്രമായ സ്വപ്നം. മന്ദാരയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. അങ്ങയുടെ പ്രശ്നത്തിനുള്ള ഉപായം ഈ സ്വപ്നത്തിൽ തന്നെയുണ്ട്. ഇത് കേട്ട സന്തതന്റെ മുഖം പ്രസന്നമായി. അങ്ങനെയെങ്കിൽ എനിക്കത് പറഞ്ഞു തന്നാലും. ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട് മന്ദാര സന്തതനോട് ഇപ്രകാരം പറഞ്ഞു: തീർച്ചയായും ഞാൻ അങ്ങയ്ക്കത് വിശദമാക്കി തരുന്നതായിരിക്കും. പക്ഷേ പാരിതോഷികമായി അങ്ങ് എന്താണ് എനിക്ക് നൽകാൻ പോകുന്നത്? അല്പമൊന്ന് ആലോചിച്ചിട്ട് സന്തതൻ മറുപടി നൽകി: മന്ദാരയുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി എനിക്ക് എൻ്റെ പഴയ പ്രൗഢിയിലേക്കും പ്രതാപകാലത്തേക്കും തിരികെ വരാൻ കഴിഞ്ഞാൽ അതിനുശേഷമുള്ള എൻ്റെ ആദ്യത്തെ വിളവെടുപ്പിൽ നിന്നും വ്യാപാരത്തിൽ നിന്നും കിട്ടുന്ന സമ്പത്തിന്റെ പാതി ഞാൻ ഇവിടെ അങ്ങയ്ക്ക് ദക്ഷിണ സമർപ്പിക്കുന്നതായിരിക്കും. മന്ദാരയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. ഉത്തമം, വളരെ അനിവാര്യമായ പാരിതോഷികമാണ് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങയുടെ സമയം തെളിഞ്ഞിരിക്കുന്നു. അതിനാലാണ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നതിനായി താങ്കൾ എൻ്റെ അടുത്ത് തന്നെ എത്തിയത്. ഏറെ പ്രതീക്ഷയോടെ സന്തതൻ തൻ്റെ സ്വപ്നത്തിന്റെ അർത്ഥം കേൾക്കുവാനായി കാത്തിരുന്നു. മന്ദാര ആ സ്വപ്നം വിശകലനം ചെയ്യുവാൻ തുടങ്ങി.